Hi everyone, welcome to my channel. എല്ലാവർക്കും എൻ്റെ മേരി ക്രിസ്മസ് ആയിട്ട് നമ്മളെല്ലാം ആദ്യം സെർച്ച് ചെയ്യുന്നതും അല്ലെങ്കിൽ ട്രൈ ചെയ്യുന്നതെല്ലാം ഒരു പ്ലം കേക്ക് ആയിരിക്കും. നമ്മുടെ നാട്ടിൽ പ്ലം കേക്കിനാണ് പ്രാധാന്യം. കാരണം ക്രിസ്മസ് ടൈമിൽ നമ്മളെല്ലാം കടയിൽ പോയി വാങ്ങിക്കുന്നതാണെങ്കിലും പ്ലം കേക്കാണ്. അപ്പം ഓരോ രാജ്യത്തും ഓരോ തരത്തിലുള്ള കേക്കാണ് ക്രിസ്മസ് അവരുടെ ട്രഡീഷൻ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ കാണണം. ഈ പ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് ഒരു ഇറ്റാലിയൻ ക്രിസ്മസ് കേക്കാണ്. ഇറ്റലിയിൽ ഇത് ക്രിസ്മസ് ടൈമിലോ അല്ലെങ്കിൽ ഹോളിഡേ ടൈമിലോ ഒക്കെ അവർ ചെയ്യുന്ന ഒരു കേക്കാണിത്. പനിറ്റോൺ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ മീനിങ് തന്നെ ബ്രെഡ് ഫോർ ലക്ഷറീസ് എന്നോ അങ്ങനെ കണ്ടൊക്കെയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ്. അതേപോലെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. അപ്പോൾ ഈ വീഡിയോയിൽ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളതിൻ്റെ സ്പഞ്ച് റെഡിയാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം ഇതിനു വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് ബ്രെഡ് ഫ്ലവർ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ഷുഗർ, 2 ടീസ്പൂൺ ഓഫ് ആക്റ്റീവ് ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയാലും മതി, പിന്നെ 1 പിഞ്ച് സോൾട്ട്, പിന്നെ 1/3 വാം വാട്ടറോ അല്ലെങ്കിൽ 1/3 വാം മിൽക്ക് ആയാലും കുഴപ്പമില്ല, ഏത് വേണേലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു 2 hours എങ്കിലും 2 മണിക്കൂർ മതിയാവും. അപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് പൊങ്ങി വരും. അതിന് വേണ്ടി നമ്മളിത് നന്നായിട്ടൊരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ച് കവർ ചെയ്ത് മാറ്റി വയ്ക്കും. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി നമ്മൾ റേസ് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ്. ഇത് പൊങ്ങി കഴിയുന്നോടം വരെ നമ്മളിത് കവർ ചെയ്ത് നല്ല വാമായിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് വയ്ക്കണം. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റാപ്പ് വെച്ചതേപോലെ എയർ കയറാത്ത വിധത്തിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഒരു 2 hours എങ്കിലും എടുക്കും ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ. അപ്പം ഞാനിത് മൈക്രോവേവിലോട്ടാണ് വയ്ക്കുന്നത്. നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ വാമായിട്ടുള്ളൊരു പ്ലേസിലോട്ട് വയ്ക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അത് നമ്മൾ റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് വേണ്ടത് ഇതിന് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഞാനിവിടെ ഗോൾഡൻ റൈസിൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് 1 കപ്പോളം ഉണ്ട് ഇത്. പിന്നെ അത് ഡ്രൈഡ് ഓറഞ്ച് സ്ലൈസ്, അതായത് കാൻഡിഡ് ഓറഞ്ച് സ്ലൈസ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. ഞാനത് കുറച്ച് വാങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും. ഇത് നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കണം. പിന്നെ ഡ്രൈ ഏപ്രിക്കോട്ട്. സോ ഇതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അവരവർക്ക് ഇഷ്ടമുള്ള നട്ട്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സോ എന്തോ വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഈ 3 ഡ്രൈ ഫ്രൂട്ട്സാണ് ആഡ് ചെയ്യുന്നത്. അപ്പം ആദ്യമേ നമുക്ക് ഈ കാൻഡിഡ് ഓറഞ്ച് സ്ലൈസ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് വേണ്ടത് ഒരു നേവൽ ഓറഞ്ചാണ്. നേവൽ ഓറഞ്ചിൻ്റെ സിസ്റ്റാണ് നമ്മൾ എടുക്കുന്നത്. അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ ഡൗ നമുക്ക് റെഡിയാക്കാം. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെച്ച സ്പഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇതിന് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് 2.5 കപ്പ് ബ്രെഡ് ഫ്ലവറോ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലവറോ എടുക്കാം. പിന്നെ 2.5 സ്റ്റിക്ക് ബട്ടർ. ഇത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം. മെൽറ്റായും പോകരുത്, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടി ഉപയോഗിക്കുകയും ചെയ്യരുത്. പിന്നെ 4 എഗ്ഗ്, ഓൾമോസ്റ്റ് മീഡിയം സൈസിലുള്ള എഗ്ഗാണിത്. പിന്നെ 1/2 കപ്പ് ഷുഗർ, 1 ടീസ്പൂൺ സോൾട്ട്, 2 ടീസ്പൂൺ ഹണി,
ഒരു നേവൽ ഓറഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അതിൻ്റെ സിസ്റ്റാണിത്. പിന്നെ ഏപ്രിക്കോട്ട്, പിന്നെ കുറച്ച് കാൻഡിഡ് ഓറഞ്ച് സ്ലൈസ് ചെയ്തത്, ഗോൾഡൻ റൈസിൻ 1 കപ്പ്, 1 കപ്പോ 2 കപ്പോ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എടുക്കാം. പിന്നെ ഓറഞ്ച് എക്സ്ട്രാക്റ്റ് 1/2 ടീസ്പൂൺ, വാനില എക്സ്ട്രാക്റ്റ് 1 ടീസ്പൂൺ. പിന്നെ നമ്മൾ നേരത്തെ സ്പഞ്ചിന് വേണ്ടി റെഡി ആക്കി വെച്ചിരുന്ന അത് ഇതേപോലെ പൊങ്ങി റെഡി ആയിട്ടിരിപ്പുണ്ട്. പിന്നെ 1 എഗ്ഗ്, ഇത് നമ്മൾ ഇതിൻ്റെ പുറത്ത് എഗ്ഗ് വാഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത്രയും സാധനങ്ങളാണ് അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി ഇതുപോലെ ഒരു വലിയ മിക്സിംഗ് ബൗൾ എടുത്ത് ഇതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ സ്പഞ്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ 2.5 കപ്പ് ഓൾ പർപ്പസ് പൗഡർ, അതല്ലെന്നുണ്ടെങ്കിൽ ബ്രെഡ് ഫ്ലവർ, ഏത് വേണേലും ആഡ് ചെയ്യാം. ഒരു 1 ടീസ്പൂൺ സോൾട്ടും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ഹാൻഡ് ബ്ലെൻഡർ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കാം. എഗ്ഗ് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് ചേർത്താൽ മതി. ഇതിലേക്ക് ഹണി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഓറഞ്ച് എക്സ്ട്രാക്റ്റും 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ ക്യൂബ് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യാം. ഒന്നിച്ച് ആഡ് ചെയ്യരുത്, കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ഓറഞ്ചിൻ്റെ സിസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ റൈസിൻസ്, കാൻഡിഡ് ഓറഞ്ച്, ഏപ്രിക്കോട്ട്, ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് കവർ ചെയ്ത് ഒരു വാം പ്ലേസിലോട്ട് ഓൾമോസ്റ്റ് 2 to 3 hour എങ്കിലും ഇത് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കണം. ഞാനിവിടെ പ്ലാസ്റ്റിക് റാപ്പ് വെച്ചാണ് കവർ ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് 2 to 3 hour എങ്കിലും എടുക്കും ഇത് നന്നായിട്ട് ഇത് പൊങ്ങി വരാൻ. അപ്പം ഇത് പൊങ്ങാതെ നമുക്കിത് ബേക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വാമായിട്ടുള്ള വല്ല സ്റ്റവിൻ്റെ സൈഡോ അവിടെ എവിടെയെങ്കിലും വെക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഡൗ നന്നായിട്ട് റൈസ് ആയിട്ടുണ്ട്. ഇനി ഇത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് 2 പനിറ്റോൺ ബേക്കിംഗ് കവറിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് പാനിറ്റോണിൻ്റെ ബേക്കിംഗ് കവർ. ഇത് നമുക്ക് ഓൺലൈനിൽ കൂടെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അത് പ്രത്യേകമായിട്ട് ഇതിനു വേണ്ടി അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ഒരു കവറായാലും മതി. നമ്മൾ സാൻഡ്വിച്ചോ അങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ കവർ ഇങ്ങനെ നന്നായിട്ട് ചുരുട്ടി അതിൻ്റെ അകത്ത് ഇട്ടാലും മതി, ഈ ഷേപ്പിലാക്കിയിട്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് അല്പം ബട്ടർ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം 2 എണ്ണത്തിലോട്ട് നമുക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് ഇടണം. അപ്പോൾ ഇത് വീണ്ടും നമ്മൾ കവർ ചെയ്ത് ഒരു വാമായിട്ടുള്ള സ്ഥലത്തോട്ട് പൊങ്ങി വരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് എളുപ്പത്തിൽ പൊങ്ങാനായിട്ട് ഞാനിപ്പം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അല്പം വെള്ളം നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ മണ്ടയ്ക്കോട്ട് നമ്മൾ ഈ ട്രേയോട് കൂടി ഇങ്ങനെ അങ്ങ് വെക്കും. അപ്പം അടിയിൽ നിന്ന് വരുന്ന ആ വാം ടെമ്പറേച്ചറിൽ ഇത് പെട്ടെന്ന് അങ്ങ് റൈസ് ആയിക്കോളും.
നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിരിക്കുന്ന ഡവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളൊരു 1/4 ഭാഗത്തോളം ആർന്ന് ഇതിലിട്ടിരുന്ന് ഇതിപ്പോൾ നന്നായിട്ട് നിറഞ്ഞ് ഇതുവരെ ഇതുപോലെ നല്ലതായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ടാപ്പ് ചെയ്യുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പ്ലം കേക്കിന് നമ്മൾ ടാപ്പ് ചെയ്ത് എയർ കളയാറുണ്ട്, പക്ഷേ ഇതിനങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമ്മളിതിലേക്ക് എഗ് വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനി എഗ് വാഷ് ചെയ്യാം. എഗ് വാഷ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു എഗ്ഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ഇത് ഇനി ഒരു നൈഫ് വെച്ചോ അല്ലെങ്കിൽ ഒരു ബ്ലേഡ് വെച്ചോ ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ 338 ഡിഗ്രി പ്രീ ഹീറ്റഡ് ഓവനിൽ ഒരു 30 മിനിറ്റ്സ് ബേക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ പനീറ്റോൺ ബ്രെഡ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് നമ്മൾ സാധാരണ പ്ലം കേക്ക് ആണെങ്കിൽ ഏതെങ്കിലും റാക്കിലോട്ട് വെച്ച് ഇതേപോലെ കൂളാവാൻ വയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. ഇത് പക്ഷേ അങ്ങനെയല്ല, ഇത് അപ്സൈഡ് ഡൗൺ ആയിട്ട് ഹാങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ നമുക്ക് എന്താണെങ്കിലും എടുക്കാം. ഞാനിവിടെ 2 ടിഷ്യൂ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതേപോലെ 2 ബാംബു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇതേപോലെ ഇങ്ങനെ 2 ബാംബു സ്റ്റിക്കാണ് നമ്മളിങ്ങനെ കുത്തിയേക്കുന്നത്. ഇനിയിപ്പം ഇതേപോലെ ഒന്നെങ്കിൽ ഇതേപോലെ 2 ടിഷ്യൂ എടുക്കുമോ, അതല്ലെങ്കിൽ 2 സാധാ ബോക്സോ എന്തെങ്കിലും വെച്ച് ഒന്ന് കിളന്നിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് ഹാങ് ചെയ്യും അപ്സൈഡ് ഡൗൺ ആയിട്ട്. അപ്പം ഇത് താന്ന് പോകത്തില്ല. ഈ കേക്ക് അല്ലെന്നുണ്ടെങ്കിൽ പൊങ്ങി വന്നത് താന്ന് പോകുമെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇത് കൂളാവാൻ ഇങ്ങനെയാണ് അവർ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് കൂളാവാനായിട്ട്. അതിനുശേഷം ഇത് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പം ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ സാധാ കേക്ക് കട്ട് ചെയ്യുന്ന പോലെയല്ല, ഇതിൻ്റെ ഈ പേപ്പറോട് കൂടി ചേർന്നാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ക്രിസ്മസ് കേക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് ഇറ്റാലിയൻ പനീറ്റോൺ കേക്കാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമ്മൾ എപ്പോഴും പ്ലം കേക്ക് അല്ലേ ട്രൈ ചെയ്യാറുള്ളൂ. ഈ പ്രാവശ്യം ഡിഫറെൻ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞങ്ങൾക്ക് ക്രിസ്മസ് കരോൾ വരുന്നുണ്ട്. അപ്പം അവർക്ക് കൂടി കൊടുക്കാനായിട്ട് ഞാൻ കുറച്ചേറെ ഉണ്ടാക്കുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം. ഒരിക്കൽ കൂടി എല്ലാവർക്കും വിഷ് എ മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.